ശ്രീരാമനിൽ മുന്തി നിൽക്കുന്നത് സ്ത്രൈണഭാവമാണ്, പൗരുഷമില്ലാത്ത ആളാണ്. പൗരുഷമില്ല, നായകനാക്കാൻ പറ്റില്ല. ഹൈന്ദവരിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ബീഫ് ഉപയോഗിക്കുന്ന ആളുകളാണ്. രാമക്ഷേത്രം പ്രതിഷ്ഠാപനം കഴിഞ്ഞോടുകൂടി ഇനി എന്തെന്നുള്ള ചോദ്യം BJPയുടെ മുമ്പിലുണ്ട്. അപ്പൊ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടി വരും. അതീവ ദുർബലമായൊരു രാഷ്ട്രീയ ശരീരമായി കോൺഗ്രസ് മാറുന്നു എന്നതാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. കേരളത്തിലെ ഏറ്റവും മികച്ച മതനിരപേക്ഷ പാർട്ടികളിലൊന്നും മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ മറ്റ് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും, കാരണം ഒരു വർഗീയമായ തരത്തിലൊന്നുമുള്ള പ്രചാരണങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ. എന്തുകൊണ്ട് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ ശക്തികൾക്ക് ഇന്ത്യയിൽ ശക്തമായി വളർന്നു വരാൻ കഴിയാതെ പോയി എന്നതിൻ്റെ ഒരു ഉത്തരം കൂടി അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇടതുപക്ഷം അതിനെ സൈദ്ധാന്തികമായി തന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ലേഖനങ്ങൾ, നിരന്തരമായ ബോധവൽക്കരണങ്ങളൊക്കെ ഫാഷിസം എന്നൊക്കെ പറയുന്ന ഒരാശയത്തെ ഇന്ത്യയുടെ മുന്നിൽ അത് എത്ര അപകടകരമാണ് എന്നൊക്കെ ആദ്യം അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നുള്ളതായിരിക്കും. EMS പള്ളി പൊളിച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ പ്രചാരണങ്ങൾ പോലും RSS ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് വരുത്തുന്ന ചില വീഴ്ചകളുണ്ട്. വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയ ലാഭം മുന്നിൽ വെച്ചുകൊണ്ട് രാമായണ സീരിയൽ ആരംഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ച് അസ്തിത്വപരമായി തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. കാരണം അവരാണ് അതിന് ഏറ്റവും പ്രാഥമികമായ ഇരകൾ എന്ന നിലയിൽ. അഥവാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തോറ്റുപോയെടുത്ത് ഈ പറയുന്ന ഇന്ത്യയുടെ സാധാരണക്കാരുടെ പൗരബോധം വിജയിക്കുമെന്നൊരു പ്രത്യാശയാണ് എനിക്ക് ഈ സമയത്ത് പങ്കുവെക്കാൻ കഴിയുന്നത്. അതിനകത്ത് മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരിക എന്ന് പറയുമ്പം ആ മുന്നണിയെ, അതായത് ഹിന്ദുത്വക്കെതിരെ ഉയർന്നു വരേണ്ട ബഹുവിഭാഗം ജനങ്ങളുടെ മുന്നണിയെ തകർക്കുകയാണോ അല്ലെങ്കിൽ അതിനെ വളർത്തുകയാണോ ചെയ്യാനുള്ള ചോദ്യം വന്നു വരേണ്ടത്. വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥവും രാഷ്ട്രീയമായ വായനകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. പ്രഭാഷണ വേദിയിൽ പറയുന്ന ഓരോ വാക്കും നമ്മൾ ഉപമയാണ്, അലങ്കാരമാണെന്ന് പറയുന്നത് പോലും ഫലിക്കാത്ത ഒരു കാലമാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി അടുത്ത കാലത്തായിട്ട് ഒരു പരിധി വരെ അവർക്ക് പരിധിയിൽ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഗോവധ പ്രസ്ഥാനത്തിൽ കൈപ്പൊള്ളിയ RSS അയോധ്യ പ്രസ്ഥാനത്തിലൂടെ ഇതിനെ ഇന്ത്യയിലെ ആകമാന ഹിന്ദുക്കളുടെ പ്രാതിനിധ്യം തങ്ങൾക്കുണ്ട് എന്ന് വരുത്താനെങ്കിലും ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ മുന്നണിയെക്കുറിച്ചും ജീവിക്കാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കൃത്യമായൊരു മതനിരപേക്ഷമായ അടിത്തറ ഉണ്ടാകണ്ടേ. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ജനങ്ങളുടെയും ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് അതിനകത്ത് ഉണ്ടാവണമല്ലോ. അതുപോലും ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ്സിന് അത് കഴിയില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പതിയെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇനി എന്താകും ഈ വരാനിരിക്കുക 2024 തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ കക്ഷികളുടെ നില എന്താകും, നിലപാടെന്താകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ അജണ്ടയാണ്, RSS അജണ്ടയാണ്. ആ അജണ്ടയെ പക്ഷേ മാധ്യമങ്ങൾ ഒരു ഹിന്ദു അജണ്ടയാക്കി പതിയെ പതിയെ പരിവർത്തിപ്പിക്കുകയും അത് വലിയ തോതിൽ സ്വീകാര്യത നേടുകയും ചെയ്തു. അതുകൊണ്ടാണ് നേരത്തെ മറിഞ്ഞിരുന്ന ആളുകളൊക്കെ ഞങ്ങൾ ഇന്ന് ആവേശഭരിതരാണ്, ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് ഫേസ്ബുക്കിലും എക്സിലൊക്കെ എഴുതുന്ന സാഹചര്യം ഉണ്ടാവുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇന്ത്യയിലെ ആകമാന ജനങ്ങളിൽ എല്ലാവരും വർഗീയവൽക്കരിക്കപ്പെട്ടു എന്നൊരു നിഗമനത്തിലേക്കും നമുക്ക് എത്താൻ കഴിയില്ല. എങ്കിൽ പോലും മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നിഷ്പക്ഷമെന്ന് നമ്മൾ കരുതിയിരുന്ന കുറേ ആളുകളുടെ മനസ്സിലേക്കെങ്കിലും ഈ വർഗീയമായ ആശയത്തെ കുത്തിച്ചെലുത്താൻ മാധ്യമങ്ങളുടെ ഇടപെടൽ വലിയ തോതിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. കേരളത്തിലേതുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാർക്ക് ആ വിഷയത്തെ കുറിച്ചൊരു സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാൻ മുമ്പ് ഒരു കാര്യം കൂടി, നേരത്തെ പറഞ്ഞ തുടർച്ചയായിട്ടൊരു കാര്യം കൂടി, അതായത് ഈ ഇന്ത്യൻ ജനതയെ സൈദ്ധാന്തികമായി അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിലുള്ള ഇതര മതേതര പ്രസ്ഥാനങ്ങൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നതുകൂടി സമയത്ത് നമ്മൾ ആലോചിക്കണമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ മതേതരത്വം എന്താണ്, ഇന്ത്യ വിഭാവനം ചെയ്യുന്ന മതേതരത്വം എന്താണ്, അങ്ങനെ ഒരു മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ഇന്ത്യൻ ജനതയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് മാത്രമല്ല, അപ്പോൾ അതായത് BJPയുടെ കുറച്ചുകൂടി സോഫ്റ്റ് വേർഷനായിട്ട് ആണോ നിലകൊള്ളേണ്ടത് എന്നൊരു ചോദ്യം. അതിൽ രണ്ട് വശമുണ്ട്. ഇപ്പം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം, കാരണം കോൺഗ്രസ് കഴിഞ്ഞ ഇത്രയും കാലമായി തുടർന്ന് അനുവർത്തിച്ച് വരുന്നൊരു നിലപാടിന്റെ തുടർച്ചയായി ചിന്തിക്കുന്ന സമയത്ത് കോൺഗ്രസ് ചെയ്തത് എന്താണ്, BJP ചെയ്തതിന്റെ ഒരു മറുപുറ ആണ് വാസ്തവത്തിൽ ചെയ്തിട്ടുണ്ടായത്. നേരത്തെ മുഹമ്മദ് സൂചിപ്പിച്ചല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത്,
അപ്പോൾ ഈ ഇന്ത്യയുടെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം, പ്രത്യേകിച്ച് പിന്നെ ഉത്തരേന്ത്യയിലേക്കുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പല നിലക്കും വിശ്വാസവുമായും മിത്തുകളുമായും ഹൈന്ദവ സംസ്കാരവുമാക്കി പല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്ത്യയുടെ നദികളും പുണ്യനദികളും അതും അതിൻ്റെ വിശ്വാസങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സമൂഹത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് പലതരത്തിലുള്ള ചർച്ചകൾ അതിനെപ്പറ്റി നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തത വരുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിനെ പോലെ തന്നെ ഇതര രാഷ്ട്രീയ കക്ഷികൾക്കും വേണ്ടത്ര ഒരു വ്യക്തത വരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അപ്പം അവിടെ കൂടിയാണ് BJPയുടെ വിജയം. അതുകൂടിയാണ് ഇപ്പം പലപ്പോഴും ഈ BJP പലപ്പോഴും എന്താണ് പിന്നെ വ്യാജ മതേതരവാദികൾ എന്നാണ് ഇവരെ കുറിച്ചൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇന്ത്യ ഇത്രയും നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഇന്ത്യൻ പാരമ്പര്യത്തെ അല്ലെങ്കിൽ ഹൈന്ദവ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ അതിനെ ഏതെങ്കിലും തരത്തിൽ പോഷിപ്പിക്കാനോ ഇവിടുത്തെ ഒരു മതേതര സംഘടനകളും തയ്യാറാവുന്നില്ല എന്നും ആ സ്പേസിലേക്കാണ് BJP പല തന്ത്രപരമായി കടന്നു വരുന്നത്. രഥയാത്രയിലൂടെ തന്ത്രപരമായി കടന്ന ആ സ്പേസിലേക്കാണ്. അപ്പം അങ്ങനെ വരുമ്പം അതായത് ഇവിടുത്തെ പിന്നെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ അത് പലതരത്തിൽ പല തട്ടിലും പല ജാതികളൊക്കെ ആയി കിടക്കുന്നതാണെങ്കിൽ പോലും അതിനെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ നമ്മൾ പാശ്ചാത്യ മതേതര സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റു ഉൾപ്പെടെയുള്ള അതിനകത്ത് തന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലാത്തൊരു ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ ഇവർക്കിടയിൽ ഒരു വ്യക്തത വരുത്താൻ സൈദ്ധാന്തിക വ്യക്തത വരുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിന് അന്നും ഇന്നും സാധിച്ചിട്ടില്ല. ഇതിന്റെ ഒരു ഇത്ര അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് മതേതര സംഘടന നമുക്ക് എന്തുകൊണ്ട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ശക്തികൾക്ക് ഇന്ത്യയിൽ ശക്തമായി വളർന്നു വരാൻ കഴിയാതെ പോയി എന്നതിന്റെ ഒരു ഉത്തരം കൂടി അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇന്ത്യയിൽ ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവ് AKG ആയിരുന്നല്ലോ. ഇപ്പം കേരളത്തിൽ അല്ല ഇന്ത്യയിൽ CPM അല്ലെ ഇടതുപക്ഷ ധാരയുടെ ശക്തി എത്രമാത്രമുണ്ട്. ഇതിനൊക്കെ ഒരു ആലോചിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു കാര്യം ഇന്ത്യൻ ജനതയെ അതിൻ്റെ എല്ലാ സങ്കീർണതകളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിൽ മതേതര ശക്തികൾക്ക് വേണ്ടത്ര സൈദ്ധാന്തികമായി വിജയിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എവിടേക്കോ പോരായ്മകൾ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കൂടി തോന്നുന്നു. ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ച രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം RSSന്റെ സംഘപരിവാറിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? കൾച്ചറൽ നാഷണലിസ്റ്റ് ആണല്ലോ. അതായത് സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതാണ് BJP മുന്നോട്ട് അല്ല RSS മുന്നോട്ട് വെക്കുന്ന സാധനം. അതിന്റെ ഏറ്റവും കൃത്യമായ ഒരു എൻഡിലേക്കാണ് ഈ ക്ഷേത്ര ഉദ്ഘാടനത്തോട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇന്ത്യയിലുള്ള വിവിധ ജാതി സമൂഹങ്ങൾ അതായത് സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിലുള്ള വ്യത്യസ്ത കീഴ്ജാതികൾ എന്നൊക്കെ പറയപ്പെടുന്ന ജാതി വിഭാഗങ്ങളെ പോലും അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു അല്ലെങ്കിൽ അവരെ കൂടി എന്താ പറയുക ഉൾക്കൊള്ളാവുന്ന ഒന്നായിട്ട് ഈ ക്ഷേത്ര പ്രശ്നത്തെ അവർക്ക് BJPക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. രാമെന്ന് പറയുന്നത് എല്ലാവരുടെയും ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ആൾക്കാരുടെയും വിശ്വാസികളുടെയൊക്കെ മനസ്സിലൊരു പ്രതീകമാണല്ലോ. അപ്പം അതിൻ്റെ ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്നതിലൂടെ ജാതീയമായിട്ടുള്ള പൂർണ്ണമായും മാറ്റിയെന്നല്ല എങ്കിൽ പോലും അനുഭാവം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. ഒരു കാര്യം ഇപ്പം നിങ്ങൾ നോക്കൂ, പിന്നെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പല പത്രങ്ങളിലായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രധാനമന്ത്രിയുടെ പ്രസംഗമായിരുന്നാലും യോഗി ആദിത്യനാഥിൻ്റെ ലേഖനങ്ങളായിരുന്നാലും പല പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളായിരുന്നാലും അവരുടെ സംഘപരിവാറിൻ്റെയും RSSന്റെയും നേതാക്കളുടെ പ്രസംഗമായിരുന്നാലും ഒക്കെ തന്നെ അതിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ ഹിന്ദുക്കളുടെ അതിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഹിന്ദു സിഖുകാരെയും ജൈന ഒക്കെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ പട്ടികയിൽ വരുന്നവരാണ് സിഖുകാര് ജൈനന്മാര്. അതൊക്കെ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നുള്ള നിലയിലാണ് അതൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പൊ പിന്നെ ആരാണ് പുറത്തുണ്ടാവുക? അതായത് ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതിൽ ഇന്ത്യയിലുള്ള ഏകദേശം ഈ പറഞ്ഞ ഹിന്ദു മതക്കളും അതിന്റെ ജാതി ഉപജാതികളും സിഖുകാരും ജൈനന്മാരൊക്കെ പുറത്തു വന്നാൽ പിന്നെ ബാക്കി ഉണ്ടാകുന്ന വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെ അവരുടെ ഏറ്റവും കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിലായിരിക്കും. കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി അടുത്ത കാലത്തായിട്ട് ഒരു പരിധി വരെ അവർക്ക് പരിധിയിൽ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായി തന്നെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിചാരധാരയിലൊക്കെ പറയുന്ന ലക്ഷ്യത്തിലേക്ക് സാംസ്കാരിക ദേശീയതയോ എന്ന് പറയുന്ന ആശയത്തെ പ്രതിഷ്ഠാപിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് RSSന്റെ സ്ഥാപിത ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഇതര മതങ്ങളെ അതായത് മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നതിൽ മുസ്ലിങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ള ഇതര ന്യൂനപക്ഷങ്ങളെയും
അതുപോലെ തന്നെ പിന്നെ ഹിന്ദു സമൂഹത്തിനകത്തുള്ള വൈവിധ്യങ്ങളെയൊക്കെ തന്നെ ഒരു സാംസ്കാരികമായ ഏകീകരണത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രശ്നത്തെ, ഈ ക്ഷേത്ര പ്രശ്നത്തെ, ശ്രീരാമ ജന്മഭൂമി പ്രശ്നം മുതൽ അതിൻ്റെ പ്രതിഷ്ഠാപനം വരെയുള്ള ഒരു നീണ്ട കാലയളവിലൂടെ രാഷ്ട്രീയത്തിലൂടെ അവർക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു അഭിപ്രായം മുഹമ്മദിക്കുണ്ടോ? അത് തീർച്ചയായും. എന്ന് പറഞ്ഞാൽ ഈ RSS പിന്നെ ആദ്യം ഏറ്റെടുക്കുന്നത് ഗോരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അത് ഹിന്ദു മഹാസഭ നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നീട് RSS വന്ന സമയത്ത് RSS അത് ഏറ്റെടുക്കുന്നുണ്ട്, ഗോരക്ഷാ പ്രസ്ഥാനം. പക്ഷേ ഗോരക്ഷാ പ്രസ്ഥാനത്തിൽ വലിയ തോതിൽ മുന്നോട്ട് പോകാൻ RSSന് കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു കാരണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നെ ഹൈന്ദവരിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ബീഫ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു സമുദായം എന്ന നിലയിൽ ഒരു പക്ഷേ ബ്രാഹ്മണ സമുദായവും അതിന് അവിടെ ഒരു വിരോധം പുലർത്തുന്നുണ്ടാവാം. മറ്റ് വിശിഷ്യ കീഴാള മനുഷ്യരായിരിക്കുന്നവരൊക്കെ ബീഫ് ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ അതിനൊരു പ്രസ്ഥാനമാക്കി വികസിപ്പിച്ചെടുക്കാൻ RSSന് സാധിച്ചിട്ടില്ല. അത് പരാജയപ്പെട്ടൊരു ശ്രമവും കൂടിയാണ്. പക്ഷേ അതിനുശേഷം ഇവർ അയോധ്യ പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുത്തു. ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിൽ വലിയൊരു വിഭാഗം ശ്രീരാമ ഭക്തരാണ്. അത് അവസരം മുതലാക്കുകയാണ് ചെയ്യുക. അതിൽ കോൺഗ്രസ് വരുത്തുന്ന ചില വീഴ്ചകളുണ്ട്. വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയ ലാഭം മുന്നിൽ വെച്ചുകൊണ്ട് രാമായണം സീരിയൽ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ആ രാമായണം സീരിയൽ ഫലത്തിൽ ആർക്കാണോ ഗുണം ചെയ്യുന്നത് വെച്ചാൽ BJPക്ക് RSSനും ഗുണം ചെയ്യുന്നു. പിന്നീട് ഈ രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച വ്യക്തി തന്നെ BJPയിൽ പോയി ചേരുകയും ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ആ കാലത്തെ പിന്നെ രാമായണ സീരിയൽ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്തുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ പലയിടങ്ങളിലും കണ്ട കാഴ്ചകൾ പലരും എഴുതിയിട്ടുണ്ട്. അത് പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ദൂരദർശന്റെ പരസ്യമായിരുന്നു, ഞങ്ങളാണ് ഈ ആദ്യമായിട്ട് രാമനെ സ്ക്രീനിൽ കൊണ്ടുവന്നത്, അത് പറഞ്ഞിട്ട് അതിന്റെ പരസ്യം. അതെ അതെ. അതില് പിന്നെ എന്നിട്ട് ഈ രാമായണ സീരിയൽ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് ഭക്ത്യാദർവുകളോടുകൂടി ഹൈന്ദവ വിശ്വാസികൾ അതിന് മുന്നിലിരിക്കുന്നു. ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ നിർത്തിയിടുന്നു. കാരണം അന്ന് ഈ ടെലിവിഷൻ വ്യാപകമായിട്ടില്ല. അങ്ങനെ വളരെ പ്രമാണിമാരുടെ അല്ലെങ്കിൽ സാമ്പത്തികം ഉയർന്ന ആളുകളുടെ വീടുകളിൽ പൊതു ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ഇത് പിന്നെ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് ട്രെയിനുകൾ നിർത്തിയിട്ട് ആളുകൾ മുന്നിലിരിക്കും. എന്നാൽ മാത്രമല്ല വീടുകളിലൊക്കെ തന്നെ അത് വളരെ വൃത്തിയോടുകൂടി TV പരിപാലിക്കുന്നു. അതിൽ പൂക്കൾ അർപ്പിക്കുന്നു, ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. എന്ന് മാത്രമല്ല അതിൽ ശ്രീരാമനായി അഭിനയിച്ച വ്യക്തി ഒരിക്കൽ വാരാണസിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 10 ലക്ഷം ഹൈന്ദവ വിശ്വാസികൾ ഉണ്ടായി എന്നുള്ളതാണ്. 10 ലക്ഷം ആളുകൾ ഒരു സീരിയൽ ഉണ്ടാക്കിയൊരു പ്രതിഫലനാണത്. അപ്പോൾ അങ്ങനെ ആ രീതി. പക്ഷേ അത് BJPക്ക് അല്ലെങ്കിൽ BJPയുടെ വളർച്ചയെ തടയാൻ ഉള്ള ഒരു ഉപകരണമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അത് BJPക്ക് ഗുണപരമായി തീരുന്നു. BJP അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. പിന്നെ അയോധ്യ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നു. ഗോവധ പ്രസ്ഥാനത്തിൽ കൈപ്പൊള്ളിയ RSS അയോധ്യ പ്രസ്ഥാനത്തിലൂടെ ഇതിനെ പിന്നെ ഇന്ത്യയിലെ ആകമാന ഹിന്ദുക്കളുടെ പ്രാതിനിധ്യം തങ്ങൾക്കുണ്ട് എന്ന് വരുത്താനെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന 1980കളുടെ മധ്യം വരെയൊന്നും അല്ലെങ്കിൽ 90കളുടെ ആരംഭം വരെയൊന്നും ഇന്ത്യയിലെ BJP RSSനെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. അതങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ഒരു പാർട്ടിയാണ് എന്നവർ വിചാരിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു. ആ തകർക്കപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യയിൽ ഞാൻ പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അപ്പോഴും ഇടതുപക്ഷം നമ്മൾ പറയണമല്ലോ, ഇടതുപക്ഷം അതിനെ സൈദ്ധാന്തികമായി തന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ലേഖനങ്ങൾ, നിരന്തരമായ ബോധവൽക്കരണങ്ങളൊക്കെ ഫാഷിസം എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ ഒരാശയത്തെ ഇന്ത്യയുടെ മുന്നിൽ അത് എത്ര അപകടകരമാണ് എന്നൊക്കെ ആദ്യം അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നുള്ളതായിരിക്കും. കോൺഗ്രസ് ഒന്നും അങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിനെ വളരെ വൈകിയാണ്. അപ്പോൾ കോൺഗ്രസ് ഇതിനോടൊക്കെ ഒരു നിസ്സംഗമായൊരു സമീപനം, ഞങ്ങൾക്ക് ആയുഷ്കാലം ഭരിക്കാൻ കഴിയും, ഞങ്ങളുടെ കൂടെ തന്നെയാണ് ആളുകൾ ഉണ്ടാവുക എന്നൊരു മിഥ്യാധാരണ അവർ പുലർത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി തിരിച്ചടിയാണ് പിന്നീട് കോൺഗ്രസ് ചരിത്രത്തിലുടനീളം അഭിമുഖീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് ഉയർത്തി നിൽക്കുന്നുള്ളതാണ്.
എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ CAA സമരകാലത്തേക്ക് നമ്മൾ അങ്ങനെ കടന്നു വന്നാൽ കാണുന്ന ഒരു കാര്യം, CAA എന്ന് പറയുന്നത് അതിനെതിരായ സമരം ഇന്ത്യയിലെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ വലിയ ആൾ പങ്കാളിത്തം ഉണ്ടായി. പക്ഷെ ആ സമരത്തിൽ പോലും കോൺഗ്രസ് എവിടെയായിരുന്നു ചോദിച്ചാൽ കോൺഗ്രസിന് ആ സമരത്തോട് ആഭിമുഖ്യമുണ്ട്, തീർച്ചയായും ആ കാര്യത്തോട് സംശയമില്ല. പക്ഷേ കോൺഗ്രസിന് അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശരീരം ഉണ്ടായിരുന്നില്ല. കർഷക സമരം നടന്നു. കർഷക സമരത്തിലും കോൺഗ്രസ്സായി നിൽക്കാൻ കഴിയുന്ന, നേതൃപരമായി പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസിനെ നമ്മൾ അവിടെയും കാണുന്നില്ല. അതീവ ദുർബലമായൊരു രാഷ്ട്രീയ ശരീരമായി കോൺഗ്രസ് മാറുന്നു എന്നതാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. അപ്പോഴേ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, എന്താണ് ദേശീയ തലത്തിലുള്ള ബദൽ എന്നുള്ളത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് നമ്മൾ മാറ്റി നിർത്തിയാൽ ഏതാണ് ബദൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പാർട്ടികളില്ല. പ്രാദേശിക പാർട്ടികളുണ്ട്. ഇടതുപക്ഷം നേരത്തെയുള്ള ഒരു ശക്തിയിലല്ല ഉള്ളത്. 3 അംഗങ്ങൾ മാത്രം പാർലമെൻറ്റിൽ ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഇടതുപക്ഷം ദുർബലപ്പെട്ട ഒരു കാലമാണ്. മറ്റ് പ്രാദേശിക പാർട്ടികളാവട്ടെ ഏറെക്കുറെയും BJPയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അടുത്ത ഒരു പ്രതീക്ഷ എന്താണ്? ഞാൻ ആ പ്രതീക്ഷയായിട്ട് കാണുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാരാണ്. അവർ ഏത് പാർട്ടിയുടെ കീഴിൽ നിൽക്കുന്നു, ഏത് കൊടി പിടിക്കുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്ത് ഇന്ത്യയിലെ ഒരു സാധാരണ പൗരബോധം, അത് ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിപക്ഷമാവും ഞാൻ വിചാരിക്കുകയാണ്. ആ പൗരബോധമാണ് CAA വിരുദ്ധ സമരകാലത്ത് തെരുവിലിറങ്ങിയിട്ടുള്ളത്. ആ പൗരബോധമാണ് കർഷക നിയമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയത്. കർഷക സമരത്തോട് വലിയ തോതിൽ ഐക്യദാർഢ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അഥവാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തോറ്റുപോയെടുത്ത് ഈ പറയുന്ന ഇന്ത്യയുടെ സാധാരണക്കാരുടെ പൗരബോധം വിജയിക്കുമെന്നൊരു പ്രത്യാശയാണ് എനിക്ക് ഈ സമയത്ത് പങ്കുവെക്കാൻ കഴിയുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, ഇപ്പം രഥയാത്രയുടെ കാലത്ത്, ഈ ജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ കാലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷത്ത് സംഘപരിവാറോ കുറച്ചുകൂടി കടന്നു പറയാണ് BJPയോ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് തുടക്കത്തിൽ. അങ്ങനെ വരുമ്പോൾ ഹിന്ദുക്കളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളായിരുന്നില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന കക്ഷികൾ മാത്രമായിരുന്നു. പക്ഷേ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതിന്റെ യജമാനൻ എന്ന പദവി. അതായത് ഒരു കൃത്യമായ ഒരു ഇപ്പം സെക്യുലർ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിന്റെ ഏറ്റവും സമുന്നതനായ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ മതേതരത്തിന്റെ താഴികക്കുടം തകർത്തുണ്ടാക്കിയ ഒരു പള്ളി ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ മുഖ്യ കാർമ്മികനാവുകയാണ്. മാത്രമല്ല ആ സംസ്ഥാനത്തിന്റെ UPയുടെ മുഖ്യമന്ത്രി, മാത്രമല്ല പ്രധാനപ്പെട്ട കേന്ദ്ര മന്ത്രിമാരും, അതായത് ഇന്ത്യയുടെ ഭരണകൂടത്തെ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണ് അതിന്റെ നിർമ്മാണത്തിലായിരുന്നാലും അല്ല അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ ഉള്ളത്. അപ്പൊ ഇത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അതായത് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം ലോകം തന്നെ ആദരിച്ച ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നു. ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു സെക്യുലർ ഭരണഘടനയാണ്. അങ്ങനെയുള്ള ഒരു ഭരണഘടനയുടെ ഈ കാലഘട്ടത്തിൽ പ്രതിദാനം ചെയ്യുന്ന ഭരണകൂടം, ആ ഭരണകൂടം കൃത്യമായി തന്നെ ഒരു മതത്തിന്റെ ആരാധനാലയത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രിയാണല്ലോ അതിന്റെ അവിടെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും. എന്ന് പറഞ്ഞാല് ഇത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അല്ല, ഇതില് ഞാൻ മറ്റൊന്നും കൂടി പറയട്ടോ. അതെന്താ പറഞ്ഞാൽ അയോധ്യയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിത്ത താല്പര്യങ്ങളുണ്ട്. ഈ വിമാനത്താവളം ഈ അയോധ്യയിലുണ്ടായ രാമക്ഷേത്രത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വർത്തമാനം അറിയുന്ന ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അവിടെ വലിയ തോതിൽ അദാനി ഭൂമി വാങ്ങിക്കൂട്ടുന്നതായ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൂടിയുള്ള ചില വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അത് നിങ്ങൾ RSS പിന്നെ ശ്രീരാമക്ഷേത്രം എന്നൊക്കെ പറയുന്നിടത്ത് ഞാൻ വായിച്ചൊരു ഭാഗം ഓർക്കുകയാണ്. അരവിന്ദാക്ഷൻ്റെ ദേശീയത നായാട്ടിനിറങ്ങുമ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഗാന്ധി പഠനങ്ങൾ ധാരാളം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഗാന്ധിജി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു RSSന്റെ കാര്യാലയം സന്ദർശിക്കുന്നത്.
അപ്പോൾ കാര്യാലയം സന്ദർശിച്ച് ആ ചുമരിൽ പലരുടെയും ശിവാജിയുടെ, റാണ പ്രതാപിൻ്റെയൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ ചുവരിൽ ഗാന്ധി കാണുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള RSSകാരൻ്റെ ഈ ശാഖയുടെ നടത്തിപ്പുകാരനോട് ഗാന്ധി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ശ്രീരാമൻ ഇല്ലാത്തത്? ഗാന്ധി രാമഭക്തനായിരുന്നല്ലോ. ഇന്ന് നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലുള്ള രാമഭക്തനായിരുന്നില്ല. ഗാന്ധിയുടെ രാമഭക്തി വേറെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീരാമന് ഈ ചുവരിൽ കാണാത്തതെന്ന് ചോദിക്കുകയുണ്ട്. അപ്പോൾ ആ ശാഖയുടെ നടത്തിപ്പുകാരനായ RSSൻ്റെ നേതാവ് പറയുന്നുണ്ട്, ശ്രീരാമനിൽ മുന്തി നിൽക്കുന്നത് സ്ത്രൈണഭാവമാണ്, പൗരുഷമില്ലാത്ത ആളാണ്, പൗരുഷമില്ല, നായകനാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇല്ലാത്തത്, ചുവരില്ലാത്തത് എന്ന് പറഞ്ഞാൽ ശിവാജിക്കോ റാണാ പ്രതാപിനോ ഒന്നുള്ള ഗുണവിശേഷങ്ങളൊന്നും ആർക്കില്ല, ശ്രീരാമൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ കാണാത്തതെന്ന് ഈ സംഭവം അരവിന്ദാക്ഷൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നോക്കൂ, അവിടുന്ന് RSS എങ്ങനെയാണ് ശ്രീരാമനെ ഒരു രാഷ്ട്രീയ കളരിയിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ വിശ്വാസത്തെ രാഷ്ട്രീയ വോട്ടാക്കി മാറ്റുകയും ചെയ്തത് എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതിനെ പ്രതിരോധിക്കുന്നിടത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ RSSനെ സൈദ്ധാന്തികമായോ ആശയപരമായോ തോൽപ്പിക്കാൻ കഴിയുന്ന കോപ്പുകളൊന്നും ഈ പറയുന്ന പാർട്ടികളുടെ കയ്യിലുണ്ടായിരുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യയശാസ്ത്രമൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന ആൾക്കൂട്ടത്ത് നയിക്കുന്ന കുറച്ച് നേതാക്കളായി കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷം തന്നെയും ബാബരി മസ്ജിദ് വിഷയത്തിൽ ഒരു കൃത്യമായൊരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നത് വളരെ വൈകിയാണ്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചാരങ്ങളൊക്കെ EMS പള്ളി പൊളിച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ പോലും RSS ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അത് മുന്നിൽ വെച്ചല്ല പറയുന്നത്. പക്ഷെ അതിനപ്പുറത്ത് ഒരു കൃത്യമായ നിലപാട് ബാബരി മസ്ജിദ് വിഷയത്തിലടക്കം സ്വീകരിക്കുന്നതിൽ ഇന്ത്യയിലെ എല്ലാ കക്ഷികളും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ആ പരാജയത്തിൻ്റെ ത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ മതനിരപേക്ഷ സംസ്കാരം നിലനിൽക്കണം, ജനാധിപത്യം നിലനിൽക്കണം, ബഹുസ്വരത നിലനിൽക്കണം. ഇതൊക്കെ ആരുടെ ബാധ്യതയാണ്? ഇതൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയാണോ എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന മുജീബ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു പ്രശ്നം തോന്നുന്നത് മുസ്ലിങ്ങളുടെ ബാധ്യതയല്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാരാണ്, ജനാധിപത്യത്തിനും മതേതരത്തിനൊക്കെ വിശ്വസിക്കുന്നവരാണ്, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മറ്റെല്ലാ മതക്കാരെ പോലെ ഇന്ത്യൻ പൗരം എന്നുള്ള നിലയിലുള്ള ബാധ്യത മാത്രമല്ല എങ്കിൽ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ വലതുപക്ഷ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ. മാത്രമല്ല, ഇപ്പൊ പൗരത്വ പ്രശ്നം എടുത്താലും അതിൻ്റെയൊക്കെ ലക്ഷ്യമാക്കപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ തലയിൽ വന്നു ചേരുകയാണ്, അവരുടെ തലയിൽ വന്നു ചേരുകയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പ്രതീക്ഷ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വവും തന്നെയാണ്, ബഹുസ്വര ആശയങ്ങളും തന്നെയാണ് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. അതുകൊണ്ട് ഭരണഘടന നിലനിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യം തന്നെയാണത്. ബാക്കിയുള്ള ഒരു വിഭാഗത്തിനും ബാധിക്കാത്ത രീതിയിലാണ് അവരെ അത് അസ്തിത്വപരമായി ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ഊന്നിപ്പറയാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവർ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പം അതിന് അർത്ഥം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചത് കൊണ്ടൊന്നുമല്ല ഇതിനെ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ മാത്രം സംഘടിച്ചുകൊണ്ടൊന്നുമല്ല ഇതിനെ നേരിട്ടുണ്ട്. ഇന്ത്യയുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മതേതരത്വത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകൾ മതേതരത്വത്തിന്റെ കൂടെയാണുള്ളതെന്നും ഇപ്പൊ ഇത്തരത്തിലുള്ള ചില ഘട്ടങ്ങളിൽ അങ്ങനെയാണ് ചരിത്രത്തിന്റെ സഞ്ചാരം, അങ്ങനെയാണല്ലോ. ചില ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ അവസാനം ഈ പറഞ്ഞ മതത്തിന്റെ പേരിലുള്ള എല്ലാ സംഘാടനങ്ങളും ഇപ്പം മതരാഷ്ട്ര പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്തെക്കാലം നിലക്കില്ല. അതിന്റെ ഇപ്പൊ ഈ BJP സംബന്ധിച്ചിടത്തോളം തന്നെ പ്രശ്നമുണ്ട്. രാമക്ഷേത്രം പ്രതിഷ്ഠാപനം കഴിഞ്ഞോടുകൂടി ഇനി എന്ത് എന്നുള്ള ചോദ്യം BJPന്റെ മുമ്പിലുണ്ട്. അപ്പൊ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടി വരും. കാരണം എക്കാലവും അങ്ങനെ നിലനിർത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത എത്ര കാലം പിന്നെന്താ പറയുക ജീവിതത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ മതേതരത്വം ഭരണഘടനയിൽ എഴുതിക്കൊണ്ട് ഉണ്ടായ കാര്യമല്ലല്ലോ, അത് പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടാണല്ലോ ആ വാക്ക്. എന്നാൽ പോലും ഇന്ത്യൻ സമൂഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ബഹുസ്വര കൊണ്ടും കൊടുത്തുള്ള ഒരു ജീവിത പാരമ്പര്യം, അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലൊക്കെ വളരെ ശക്തമായി തന്നെയുണ്ട്. ആ പാരമ്പര്യത്തിന്റെ ഒരു പേരാണല്ലോ വാസ്തവത്തിൽ നമ്മൾ പേര് കൊടുത്താണ് മതേതരത്വം.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം പിന്നെ ഉത്തരവാദിത്വമൊന്നുമല്ല. ഇപ്പം ഈ മതേതരത്വം ഇല്ലാതായി ഇവിടെ ഒരു മതത്തിൻ്റെ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അസ്തിത്വപരമായി മുസ്ലിങ്ങൾക്ക് ബാധിക്കുമെങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന ആശയല്ലേ പിന്നെ ഇല്ലാതാകുന്നത്. അപ്പം പിന്നെ നമുക്ക് രസകരമായൊരു കാര്യം, പിന്നെ നമ്മൾ നെഹ്റുവിൻ്റെ ഒരു കാര്യം പറയാറുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാലോ, ഈ എന്താണ് ക്ഷേത്രങ്ങളല്ല വേണ്ടത്, ഡാമുകളാണ് വേണ്ടത്. നേരെ തിരിച്ചാണ് BJP പറയുന്നത്. ക്ഷേത്രങ്ങളാണ് വേണ്ടതെന്ന് പറയാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മറുവശത്ത് ഈ അദാനിക്കും മറ്റൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിലും രാഷ്ട്രത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്. ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ കണ്ട കാര്യമാണല്ലോ, ഒരു ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഇന്ത്യയെ അവഹേളിക്കുന്ന തരത്തിലുള്ള വളരെ എന്താ പറയുക അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അത് യൂണിവേഴ്സിറ്റി തലം മുതൽ പഠിപ്പിക്കുന്നു, ചരിത്രം വളച്ചൊടിക്കുന്നു. ഇന്നത്തെ ഒരു ലോകത്ത്, ഈ പരിഷ്കൃതമായ ലോകത്തിന് പറ്റാത്ത തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നവരെ ഭരണതലത്തിൽ ഇരുത്തുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലോകത്തുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ വേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇത്തരത്തിലുള്ള വളരെ പുറകോട്ട്, നൂറ്റാണ്ടുകളിലേക്ക് പുറകോട്ട് വലിക്കുന്ന ഒരു എന്താ പറയുക രീതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്തരത്തിലുള്ള മനോഭാവം സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ഒരു പിന്നെ ചിത്രമുണ്ട്, ഒരു മുഖമുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ വിദ്യാസമ്പന്നരായിട്ടുള്ള ഇന്ത്യയിലെ പല മുസ്ലിങ്ങളും പിന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ മതക്കാരിൽപ്പെട്ട അങ്ങനത്തെ ഒരു തലമുറ, പരിഷ്കൃതരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു തലമുറ ഈ രാജ്യത്തുണ്ട്. മതേതര വിദ്യാഭ്യാസം കിട്ടി വളർന്നൊരു തലമുറയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവരുടെ എല്ലാവരെയും ഈ നമ്മുടെ ഭരണഘടന നിലനിൽക്കുക എന്ന് പറയുന്നത് ആത്മാഭിമാനത്തോടു കൂടി ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഇത് നിലനിൽക്കണം. അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രമായി ഇന്ത്യ സങ്കോചിക്കുകയാണെങ്കിൽ ആ ഇന്ത്യയുടെ പേരിൽ അഭിമാനിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണല്ലോ പോകുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ച് അസ്തിത്വപരമായി തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. കാരണം അവരാണ് അതിന് ഏറ്റവും പ്രാഥമികമായ ഇരകൾ എന്ന നിലയിൽ. പക്ഷേ അത് മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്, മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാകുന്നതോടുകൂടി വളരെ പ്രാകൃതമായ ഒരു പുറകോട്ട് പോക്ക് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാവും, യാഥാസ്ഥികമായ ഒരു യാത്ര ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതും കൂടി ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലേ പിന്നെ മുജിക്ക പറഞ്ഞിടത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് പിന്നെ നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ മീൻസ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ BJP വർഗീയത രംഗത്തിറക്കിയ സമയത്ത് പോലും 36%, 37% ഇന്ത്യയിലെ അവരുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ വോട്ട് വിഹിതം ഇന്ത്യയിലെ ഒരു പിന്നെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് അധികാരമേറാൻ അവർക്ക് പ്രാതിനിധ്യ ജനാധിപത്യ വഴിയിൽ അവർക്ക് സാധിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ ആളുകൾ RSSൻ്റെയും BJPയുടെയും നിലപാടുകൾക്ക് എതിര് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യ പ്രവർത്തനങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇതിലുള്ള ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായം വല്ലാതെ നിരാശയിലേക്ക് വീണു പോകുന്നു എന്നെനിക്ക് ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് തോന്നാറുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രാംലല്ല പ്രതിഷ്ഠ നടക്കുന്ന ദിവസത്തിൽ കേരളത്തിലെ മുസ്ലിമിതര സമുദായത്തിൽപ്പെട്ട എത്രയോ സുഹൃത്തുക്കളുടെ വാളുകളിൽ നമ്മൾ ബാബരി മസ്ജിദിൻ്റെ ഓർമ്മകൾ നിരന്തരമെന്നോണം അവർ പങ്കുവെക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് ആകാത്ത ആളുകൾ ഒരു ബാബരി മസ്ജിദിൻ്റെ ചിത്രമെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് പോകുന്നു. അതൊരു വലിയ ഒരു ഐക്യദാർഢ്യവും കൂടിയാണല്ലോ. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ വേറൊരു തരം പൗരന്മാരായി ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വേദനയെ ജനാധിപത്യ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു, നമ്മളെല്ലാവരും അർത്ഥത്തിൽ ജനാധിപത്യവാദികളാണ് എന്നൊരു സന്ദേശം മുന്നോട്ട് വെക്കാൻ ഇവർക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അതേസമയം മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്വയം അപരവൽക്കരിക്കുന്നതിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. സ്വയം അപരവൽക്കരണം വലിയ തോതിൽ നടക്കുന്നുണ്ടോ എന്ന് ഞാനൊരു സംശയമായിട്ട് ഉന്നയിക്കുകയാണ്. നമ്മൾ ഈ ജനാധിപത്യത്തിനോ മതനിരപേക്ഷതക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീമിനൊപ്പം നിൽക്കാത്ത വേറൊരു വിഭാഗമാണ് അതിങ്ങനെ തന്നെ ഇങ്ങനെ
നിൽക്കണം എന്നുള്ള അങ്ങനെ ഒരു വിചാരം ചില ആളുകളിലെങ്കിൽ എല്ലാവരിലും എന്നുള്ള ഒന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് ഇതര മത സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പം ഞാൻ പിന്നെ അതിങ്ങനെ കേട്ട് നിൽക്കുന്ന പിന്നെ ഒരങ്ങാടി പ്രസംഗമാണ്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട്, ആ സമയത്ത് ഒരു യാത്രക്കിടയിലായിരുന്നു, ആ സുഹൃത്തിനോട് ചോദിച്ചു, എന്തിനാണിത് പറയുന്നത്? ഒരു പ്രസംഗത്തിനിടയിൽ എന്തിനാണ് പറയുന്നത്? നമ്മളെ മുഴുവൻ ജനങ്ങളെയും സംബോധന ചെയ്യുകയാണ്. ഇനി നമ്മുടെ മതത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലും നമ്മൾ പരസ്യമായിട്ടല്ലേ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിതാ വേറെ ടീമാണ്, നിങ്ങൾക്ക് ഞങ്ങൾ അഭിവാദ്യം ഉണ്ട്, ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയ ഇത് അദ്ദേഹം മനഃപൂർവ്വം പറയുന്നൊന്നായിരിക്കില്ല. അതൊരു പ്രസംഗത്തിൽ ഇങ്ങനെ പഠിച്ച് ശീലമായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. പക്ഷെ അതുപോലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥവും രാഷ്ട്രീയമായ വായനകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. പ്രഭാഷണ വേദിയിൽ പറയുന്ന ഓരോ വാക്കും നമ്മൾ ഉപമയാണ്, അലങ്കാരമാണെന്ന് പറയുന്നത് പോലും ഫലിക്കാത്ത ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷകൻ്റെ പിന്നെ ഒരു മതവേദിയിൽ തന്നെ ഒരു പ്രഭാഷകൻ്റെ ക്ലിപ്പ് പ്രചരിക്കുകയുണ്ടായി. അദ്ദേഹം കൈവെട്ടു എന്ന് പറഞ്ഞു എന്നാണ്. അത് സ്വന്തം സംഘടനക്കകത്തുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് വളരെ ആലങ്കാരികമായി എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ കാല് ഞാൻ അടിച്ചു പിടിക്കുമെന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് പറയാറുണ്ടല്ലോ. അതേപോലെ പറയാവുന്ന കാലടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അല്ല അത് പറയുന്നത്, അതേപോലെ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു മതവേദിക്കകത്ത് പറയുന്ന സമയത്ത് അതിൽ പോലും വലിയ ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ എഴുത്തിൽ, പ്രഭാഷണത്തിലൊക്കെ ആ ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, സ്വയം അപരവൽക്കരിക്കുന്ന അത്തരം നിലപാടുകളിൽ നിന്ന് മുസ്ലിം സമുദായം പിന്നോക്കം വലിയുക എന്നത് ഈ കാലത്ത് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതിൻ്റെ ഒരാവശ്യകത കൂടിയാണ്. ഞാൻ അതിനോട് ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മുജീബ് പറയാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് പുതിയ പുതിയ സംഘാടനങ്ങളിലേക്ക് വരികയാണോ വേണ്ടത്, നിലനിൽക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം നിലനിൽക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന്. ഞാനിത് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അതിൻ്റെ ഒരു അസ്തിത്വത്തെ നിരാകരിച്ചുകൊണ്ടോ അതിനെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച മതനിരപേക്ഷ പാർട്ടികളിലൊന്നും മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ മറ്റ് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും, കാരണം ഒരു വർഗീയമായ തരത്തിലൊന്നുമുള്ള പ്രചാരണങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ. അപ്പോൾ ഞാൻ ആ അർത്ഥത്തിലല്ല പറയും. എങ്കിൽ പോലും മുസ്ലിം സമുദായത്തിനകത്ത് പുതിയ രാഷ്ട്രീയ ധാരകൾ ഉണ്ടായി വരാതിരിക്കുക തന്നെയാണ് നല്ലത്. എന്ന് മാത്രമല്ല, അതിനുള്ള ചില ശ്രമങ്ങൾ ഈ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഉള്ള ആളുകൾ തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുജീബ് കയ്യിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് അതേ ഒറ്റ പറയാതെ അഭിപ്രായം തന്നെയാണ്. ഞാൻ ഒരു കാര്യം എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തുടർച്ച തന്നെയാണ്. അതായത് ഇന്ത്യയിലുള്ള മതേതര പ്രസ്ഥാനങ്ങളെ, മതേതര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ അതിനെ ഒരു ദിശാബോധം പകരുന്നതിൽ ഇന്ത്യൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ എന്ത് സംഭാവന ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ബാക്കിയുള്ള മതേതര കക്ഷികളെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിനും അതിന് വലിയൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വേറെ പാർട്ടി ഉണ്ടാക്കി പോകണമെന്നല്ല, അർത്ഥത്തിലല്ല, മതേതര ധാരയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ശക്തമായ മുസ്ലിങ്ങൾ എല്ലാ നിലക്കും, സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ അർത്ഥത്തിലും സാമൂഹികമായിട്ടൊക്കെ വളരെ ശക്തിയുള്ള ഒരു വിഭാഗമാണല്ലോ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി വളരെ ശക്തി ഉള്ള ഒരു വിഭാഗം, ജനസംഖ്യാപരമായി അങ്ങനെ തന്നെ. മാത്രമല്ല ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പല പ്രവർത്തനങ്ങൾക്കും നേതൃപരമായ പങ്ക് വഹിക്കുന്നവരും കൂടിയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രതിസന്ധിയിൽ കഴിഞ്ഞൊരു 10-25 വർഷക്കാലം കടന്നു വന്നിട്ടുള്ള പ്രതിസന്ധികളെ ബുദ്ധിപരമായി അഭിസംബോധന ചെയ്യുന്നതിലും ബുദ്ധിപരമായി നേരിടുന്നതിലും ഒരു നേതൃപരമായ പങ്ക് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു സംഘടിതമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ? പല സംഘടനകൾ അതിൻ്റെ രീതിയിൽ പലതും ചെയ്യുന്നുണ്ടാകും. പക്ഷെ ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യൻ മതേതരത്തിൻ്റെയും ഒക്കെ, ഇന്ത്യൻ ഭരണഘടനയൊക്കെ പ്രതിസന്ധിയിലേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും അതിനെ തടയിടാൻ ഇന്ത്യയിലെ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടോ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടോ അതിനെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടോ ഉള്ള ഒരു, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അവസാനം ഉണ്ടായ മുന്നണി പോലും പ്രതീക്ഷ നൽകുന്നില്ല എന്ന്.
അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ നേതൃപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ മുസ്ലിങ്ങൾക്ക് എത്രമാത്രം സാധിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ പൂർവ്വ ഇന്ത്യയിൽ അന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഇതല്ലെങ്കിൽ പോലും രാഷ്ട്രീയമായ നിർണായകമായ തീരുമാനമെടുക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയമായ ദിശാബോധം പകരുന്നതിലും മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു പുനശ്ചിന്തയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശീയ തലത്തിൽ നമ്മൾ കേരളത്തിന്റെ കൊച്ചു കാര്യങ്ങൾ മാത്രമല്ല, ദേശീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിന് കൊടുക്കാമായിരുന്ന, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാമായിരുന്ന പിന്നെ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിലും ജനങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലും മതേതര കക്ഷികൾക്ക് കൂടെ നിന്നുകൊണ്ട് ശക്തി ബലം പകരുന്ന കാര്യത്തിലൊക്കെ എത്രമാത്രം അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം സൂചിപ്പിച്ച പോലെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇതിനെ നേരിടേണ്ടത് എന്നുള്ള ചോദ്യം. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്, സ്വരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല മാനങ്ങളിൽ പോകാം. പക്ഷെ നമ്മളിപ്പോൾ പിന്നെ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ദേശീയ തലത്തിൽ വരെ സമരം നടന്നല്ലോ, ഡൽഹിയിലൊക്കെ നടന്നു. ആ സമരങ്ങളുടെ മുൻനിരയിൽ കേരളത്തിൽ നിന്നുള്ള ചില മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, മുസ്ലിം വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ എൻ്റെ വ്യക്തിപരമായി അവരുടെയൊക്കെ നിലപാടുകളോ അല്ലെങ്കിൽ അവരുടെ സമരത്തിൻ്റെ രീതിയോ ഒന്നും തന്നെ ഇന്ത്യൻ മതേതര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അതൊരു മതപരമായ പ്രശ്നമായിരുന്നില്ല. പൗരത്വ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മതപരമായ വിഷയമല്ല അല്ല. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യമൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ നിലക്കാണ് നമ്മളതിനെ കാണേണ്ടിയിരുന്നത്. പക്ഷെ അതിനകത്ത് മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരിക എന്ന് പറയുമ്പം ആ മുന്നണിയെ, അതായത് ഹിന്ദുത്വക്കെതിരെ ഉയർന്നു വരേണ്ട ബഹുവിഭാഗം ജനങ്ങളുടെ മുന്നണിയെ തകർക്കുകയാണോ അല്ലെങ്കിൽ അതിനെ വളർത്തുകയാണോ ചെയ്യാന്നുള്ള ചോദ്യം വന്നു വരേണ്ടതുണ്ട്. അതിന് ന്യായമല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരാൾക്ക് സ്വത്വരാഷ്ട്രീയം സ്വീകരിക്കാൻ അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ പ്രായോഗികമായും അല്ലെങ്കിൽ കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടും കൂടി ഏത് രീതിയിലായിരുന്നു സമീപിക്കേണ്ടുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അനുയോജിക്കുന്നില്ല ആ രീതിയോട്. കാരണം ഇവിടെ പറഞ്ഞ പോലെ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എത്ര ശതമാനമുണ്ട്, മുസ്ലിങ്ങൾ അല്ലാത്തവർ എത്ര ശതമാനമുണ്ട്? ഇപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുക എന്നുള്ളത് അചിന്ത്യമായ കാര്യമാണ്. ഉണ്ടായാൽ പോലും അത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല, യാഥാർത്ഥ്യമാകുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ചാൽ പോലും ബാക്കിയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളല്ലാത്തവരാണല്ലോ അവരും രാഷ്ട്രീയമായി സംഘടിക്കുക എന്നുള്ള അതിൻ്റെ ഫലം. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുക? ഒന്നത് ന്യൂനപക്ഷം എന്നുള്ള നിലക്ക്. കാരണം ഈ കേരളമോ ആസാമോ ചില സംസ്ഥാനങ്ങളോ വെച്ച് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് പാകപ്പെടുന്ന രീതിയിൽ, അതിനുള്ള പര്യാപ്തമാകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സംഘടനയാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് ഒരു പാർട്ടി മുസ്ലിങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. മറിച്ച് നിലവിലുള്ള മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കുകയും അതിന് അതിൽ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ജനാധിപത്യം മതേതരത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓരോ ഇന്ത്യക്കാരൻ്റെ ആവശ്യമാണ്. അപ്പം അതിൻ്റെ നേതൃപരമായ പങ്ക് വഹിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. മറിച്ച് നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അത് ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ നമ്മൾ മുമ്പ് ന്യൂനപക്ഷങ്ങളൊക്കെ ഉയർത്തി കൊണ്ടുവന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ദളിത്, പിന്നോക്ക, മുസ്ലിം, ന്യൂനപക്ഷ ഐക്യം എന്നുള്ളത് അതിനൊന്നും പ്രസക്തി ഇല്ലാതായി മാറി. കാരണം നമുക്ക് ഗുജറാത്ത് സംഭവം തന്നെ എടുത്താൽ മതി. ഗുജറാത്തിലൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ട ആരാണ്? ദളിത്, ആദിവാസി വിഭാഗങ്ങളെ വ്യാപകമായി. ഇന്ത്യയിൽ കേരളത്തിൽ പോലും ദളിത് വിഭാഗങ്ങളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ടുള്ള രീതിയിലേക്കാണ് BJP സംഘടന പുതിയ കഴിഞ്ഞ അവരുടെ ചിന്താ ബൈഠക്കിലോ ചിന്തൻ ബൈഠക്കിലോ വന്നില്ല. അങ്ങനെ രീതിയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അവരെ കൂടി ഉൾച്ചേർത്ത് കൊണ്ടുള്ള ഒരു നമ്മള് പിന്നെ ബ്രാഹ്മണിക് ഇതാണ് അതിൻ്റെ മനുവാദമാണ് RSSന്റെ BJPയുടെ അടിത്തറ എന്ന് പറയുമ്പോൾ പോലും പ്രായോഗിക രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്തമായ സമീപനം BJP അടുത്ത കാലത്ത് തുടർന്നു വരുന്നുണ്ട്. അത് കൊണ്ട് ഇവിടെയുള്ള ദളിതുക്കളെയും അതുപോലെ ഇതര ജാതി വിഭാഗങ്ങളൊക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതര മതക്കാരെയും
എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ തന്നെ ഒരു ഉപവിഭാഗങ്ങളാണെന്നുള്ള നിലയിൽ സിഖുകാരെയും നേരത്തെ പറഞ്ഞ ആ പോയിന്റ് പ്രധാനപ്പെട്ടാണ്. കാരണം കർഷക സമരത്തിൽ ഏറ്റവും വലിയ റോള് വഹിച്ച ഒരു വിഭാഗം സിഖുകാരായിരുന്നു. ആ സിഖുകാരെ കൂടി ഇപ്പം ഞങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം നടത്തുകയോ അങ്ങനെയുള്ള സംഘടന നടത്തുകയോ ചെയ്യുകയാണ്. അപ്പം ഫലത്തിൽ ഞാൻ വരുന്ന ബാക്കിയുള്ള ഒരു ഇത് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് അവരുടെ മുമ്പിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പോംവഴി? അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ മതേതര കക്ഷികളുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഏത് മതേതര കക്ഷി എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. നമ്മൾ പറഞ്ഞു മതേതര കക്ഷിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ എല്ലാ വൈജാത്യങ്ങളും നിലനിൽക്കെ ഒരു പക്ഷേ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ ഈ ഇന്ത്യൻ മതേതരത്വത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രത്തെ എതിര് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മ എന്നതാണ് ഇനി ആവശ്യമായിട്ടുള്ള കാര്യം തോന്നുന്നു. അതിൽ മുസ്ലിങ്ങളും നിർണായകമായി തന്നെ പങ്ക് ചേരുകയാണ് വേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണ് ഒരു മൂർത്തമായ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി തീരുക എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ പോലും അതാണ് ഇനിയുള്ള ഭാവിയിൽ 2024 ശേഷം അങ്ങനെയുള്ള ഒരു പക്ഷത്ത് അതായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിൽ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. എങ്കിൽ പോലും അതിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അത് മുന്നോട്ട് പോയത്. അതെ. അല്ല, അതിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ RSS തന്നെ വീണ്ടും ചർച്ച എത്തുന്ന സമയത്ത് RSS എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇനിയും പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.